രണ്ടാം ഊഴം. കൃഷ്ണൻ പിന്നെയും പറഞ്ഞു, ഭീമപുത്രനാണെങ്കിലും കാട്ടാളനാണ്. രാക്ഷസ പ്രകൃതി, യജ്ഞവിദ്വേഷി, ബ്രാഹ്മണ ശത്രു. അവനെ എന്തെങ്കിലും കൊല്ലേണ്ടി വരും. ചത്തത് രണ്ടു നിലയ്ക്കും സൗകര്യമായി. പിന്നെ കൃഷ്ണന്റെ ചിരി കേട്ടു. നീ മാത്രമാണ് ആശ്രയം എന്ന് പറഞ്ഞ് അവനെ കർണന്റെ നേർക്ക് വിട്ടത് ഞാനൊന്നും കാണാതെയല്ല. കൃഷ്ണൻ: എല്ലാ അമ്മമാരും സ്വന്തം മകനിൽ കാണാൻ ആഗ്രഹിക്കുന്ന അമ്പാടിക്കണ്ണൻ. എല്ലാ പെൺകുട്ടികളും സ്വന്തം കാമുകനിൽ കാണാൻ കൊതിക്കുന്ന പീലി തിരുമുടിയും ഓടക്കുഴലുമായുള്ള നിത്യകാമുകൻ. എന്നാൽ ഗ്രന്ഥകർത്താവിൻ്റെ വരികൾക്കിടയിലുള്ള നിശബ്ദതകളാണ് വായനക്കാരൻ്റെ സ്വാതന്ത്ര്യം. അവിടെ നിന്നാണ് ഞാൻ കണ്ടത്. ഞാൻ കണ്ട ജയത്തിലെ കൃഷ്ണൻ അങ്ങനെ ആയിരുന്നില്ല. അയാൾ ഒരു തോറ്റ രാജവംശത്തിൻ്റെ യുവരാജാവായിരുന്നു. ജരാസന്ധനെ ഭയന്ന് ലജ്ജയോടെ മധുര വിട്ടോടിയ യാദവരുടെ അവസാന ശ്വാസം. നഷ്ടപ്പെട്ട തൻ്റെ രാജ്യത്തിൻ്റെ പ്രതാപം നയതന്ത്രത്തിലൂടെ മാത്രം വീണ്ടെടുക്കാനാകുമെന്ന് തിരിച്ചറിഞ്ഞ സ്വാർത്ഥനും നിപുണനുമായ ഒരു നയതന്ത്രജ്ഞൻ മാത്രമാണ് ശ്രീകൃഷ്ണൻ. സുഭദ്ര പാണിഗ്രഹണം മുതൽ കുരുക്ഷേത്ര യുദ്ധം വരെ സ്വാർത്ഥത മാത്രമായിരുന്നു പ്രേരണ. എല്ലാം അവന് വേണ്ടിയുള്ളതും അവനാൽ നിയന്ത്രിക്കപ്പെട്ടതുമായിരുന്നു. വാളല്ല, വാക്കാണ് എൻ്റെ ആയുധമെന്ന് പറഞ്ഞ നയതന്ത്രജ്ഞൻ തന്നെയായിരുന്നു കൃഷ്ണൻ. BC 300 ആണ്ടിൽ എഴുതപ്പെട്ട ജയം പിന്നീട് പൗരോഹിത്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി വളച്ചൊടിക്കപ്പെട്ടു. ചാതുർവർണ്ണ വ്യവസ്ഥ പോലും ദൈവത്തിന് മേലെയായി. പൗരോഹിത്യത്തിൻ്റെ വിഷചിന്തകൾ ഇന്നും നമ്മളിൽ ചെല്ലിലേക്ക് വിരളുന്നു. പ്രാകൃതമായ ഗോത്രജാതി തറവാട്ട് ചിന്തകളെ സ്വാർത്ഥമായ ആവശ്യങ്ങൾക്കായി വീണ്ടും പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്ന കാലം. കുരുക്ഷേത്രം അവസാനിക്കുന്നില്ല. 2025 നാം ഇപ്പോഴും കുരുക്ഷേത്രത്തിലാണ്. തൻ്റെ സ്വാർത്ഥ ആവശ്യങ്ങൾക്കായി മുതലെടുക്കുന്ന സമൂഹത്തെ വളച്ചൊടിക്കുന്ന കൃഷ്ണന്മാർ ഇവിടെ നമുക്ക് ചുറ്റും ഇന്നും കാണാം. കൃഷ്ണന്റെ മുരളീഗാനത്തിന് പകരം ഒരു പക്ഷേ ഇന്ന് റാപ്പ് സോങ്ങുകളായിരിക്കാം. അവ തരുന്ന അതേ മയക്കം, അതേ മാസ്മരികത, അതേ നിയന്ത്രണം. പ്രാകൃതമായ ഗോത്രജാതി ചിന്തകളിൽ നിന്ന് വിട്ടുമാറിയ നമ്മുടെ ഇടയിലേക്ക് വീണ്ടും അത് കൊണ്ടുവന്ന് പണമാക്കാമെന്ന ചിന്തയിൽ പലരും ഇവിടെ തേരുതളിക്കുന്നു. ഞാൻ പാണനല്ല, പുലയനല്ല, പറയനല്ല, നീ തമ്പുരാനുമല്ല. വിഖ്യാത റാപ്പറുടെ ഈ വരികൾ കേട്ട് ആയിരങ്ങൾ മതിമറന്നു. എന്നാൽ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായപ്പോൾ ജാതീയതയെ ചോദ്യം ചെയ്ത ആ ശബ്ദം ഇവിടെ പോയി. BC 800 നിലനിൽക്കുന്ന അതേ വിഷം ഇന്നും നിലനിർത്തണമെന്ന ആവശ്യം പലർക്കും ഉണ്ടതിൻ്റെ തെളിവ് തന്നെയാണ് ഇതെല്ലാം. പൗരോഹിത്യത്തിൻ്റെ യുദ്ധമുറകൾ മാറി. ഇന്ന് വില്ലും വാളുമില്ല. പകരം വോട്ട്, പണം, ഒതുക്കം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജാതിയുടെ വിഷവിത്ത് കോരിയിടുന്ന ഓരോ മനുഷ്യനും ആധുനിക കൃഷ്ണൻ തന്നെയാണ്. ബലിയാടാവാൻ ഇന്നും 1000 കടവൽഗജന്മാരുണ്ട്. അവർ വോട്ട് വാങ്ങിൻ്റെ പേരിൽ ചത്തുപോകുന്നു. പാർട്ടിക്കാർക്ക് വേണ്ടി രക്തമൊഴുക്കുന്നു. ജാതി മുദ്രയിൽ സ്വത്തം കണ്ടെത്തുന്നു. മുതലെടുക്കുന്നവൻ്റെയും മുതലെടുക്കപ്പെടുന്നവൻ്റെയും കുരുക്ഷേത്രം ഒരിക്കലും അവസാനിക്കുന്നില്ല. അതെ, കുരുക്ഷേത്രം കഴിഞ്ഞിട്ടില്ല. അത് നമ്മുടെ ഇടയിൽ ഇന്നും പതറുന്നു, രക്തത്തിൽ കുതിർന്നു കിടക്കുന്നു. ചോദ്യം: നമ്മൾ ആരാണ്? കൃഷ്ണനാകുമോ അതോ കടൽ ഗജനം?